അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. Design the pavement for construction of a new fixed pavement with the following data. 4-lane divided carriageway. 4-lane divided ആണ്. Okay. Initial traffic in the year of completion of construction. Both directionally traffic ആണ് 5,000 commercial vehicles per day കിട്ടിയത്. Both direction. ഇത് ഡിവൈഡഡ് carriageway ആണ്. ഡിവൈഡഡ് carriageway എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഈ ടോട്ടൽ വോളിയത്തിന്റെ പകുതി നമ്മൾ എടുക്കണം, ടോട്ടൽ കൗണ്ടിന്റെ പകുതി എടുക്കണം അല്ലേ. ഇത് രണ്ട് ഡയറക്ഷനിലും കൂടിയാണ് 5,000. അപ്പോൾ ഡിവൈഡഡ് carriageway എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം നമുക്ക് എടുക്കാം, ഒരു സൈഡിലുള്ളത് 2,500 ആയിട്ട് മാറും. ഇനി പെർസെൻറ്റേജ് ഓഫ് സിംഗിൾ ടാൻഡം ട്രിഡം ആക്സൽ 40% റെസ്പെക്റ്റീവ്ലി. ഇത് നമുക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കണ്ട, ഇതിൽ എക്സ്ട്രാ വേറെ ഡാറ്റയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്ര തരില്ല. Then traffic growth rate is 6%, design life is 20 years, vehicle damage factor 5.2 is given, and CBR value 7 is given. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം തന്നെ ഡിസൈൻ കാൽക്കുലേഷൻ പോവുകയാണെങ്കിൽ ഇത് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ, ഇവിടെ കാൽക്കുലേഷൻ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ എടുക്കുന്ന വാല്യൂവിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ലെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.75 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡിവൈഡഡ് റോഡ് ആണെങ്കിൽ 2 ലൈൻ ഡിവൈഡഡ് റോഡ് എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ 4 ലൈൻ ഡിവൈഡഡ് ഹൈവേ, 4 ലൈൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു സൈഡിൽ എത്ര ഉണ്ടാവും? 2 ലൈൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 ലൈൻ ആണ് ഒരു സൈഡിലുള്ളത്. 4 ലൈൻ ഡിവൈഡഡ് എന്നാണ് പറഞ്ഞത്, 2 ലൈൻ ഡിവൈഡഡ് എന്നല്ല പറഞ്ഞത്, 4 ലൈൻ ഡിവൈഡഡ് ആണ്. 4 ലൈൻ ഡിവൈഡ് ആകുമ്പോൾ ഒരു സൈഡിൽ 2 ലൈൻസ് ഉണ്ടാവും. ഇനി കൗണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്നത് 5000 എന്ന് പറയുന്നത് 2 ഡയറക്ഷനിലെയും ടോട്ടൽ വോളിയമാണ്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ എത്ര ഉണ്ടാവും? നമുക്ക് എടുക്കേണ്ടത് 2,500 മാത്രം എടുത്താൽ മതി. അസൈൻ 50% ഇൻ ഈച്ച് ഡിറക്ഷൻ. അപ്പോൾ 5000ന്റെ പകുതി എടുത്തു. ഇനി ലെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.75, അതിവിടെ അപ്ലൈ ചെയ്യണം. ഇനി 2500 ആണ് എ എന്ന വാല്യൂ. ഇനീഷ്യൽ ട്രാഫിക് ആണ്, ഇനീഷ്യൽ ട്രാഫിക് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ദെൻ വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ 5.2 is given. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡയറക്റ്റ് വാല്യൂ കിട്ടുന്നു. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 131 MSA. 131 MSA. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് പ്ലേറ്റ് എടുക്കുന്നു. അതിൽ 7% പ്ലേറ്റിന് കണക്കാക്കിയിട്ടുള്ള വാല്യൂ. CBR 7%, 131. 131 ഇതിൽ സെപ്പറേറ്റ് ചാർട്ട് കൊടുത്തിട്ടില്ല. സോ വി ആർ റൗണ്ടിങ് ഇറ്റ് ടു ഹയർ സൈഡ്, സേഫ്റ്റി സൈഡിലേക്ക് കൊടുത്തു. 150 എടുത്തു. അപ്പോൾ 150ൽ എന്തൊക്കെയുള്ളത്? ഇവിടെ ഏറ്റവും താഴെ 230 mm, ദാറ്റ് ഇസ് എ GSB, ഗ്രാനുലാർ സബ് ബേസ് 230 mm. ദെൻ അതിൻ്റെ മുകളിൽ ഗ്രാനുലാർ ബേസ് 250 mm, ഗ്രാനുലാർ ബേസ് 250 mm. ദെൻ ഡെൻസ് ബിറ്റുമിനസ് മെക്കാഡം 140 mm, ഡെൻസ് ബിറ്റുമിനസ് മെക്കാഡം 140 mm. ഏറ്റവും ടോപ്പിൽ സർഫസ് 50 mm. ഈ രീതിയിൽ ഇത് സെപ്പറേറ്റ് എഴുതി വെക്കണം. ഇങ്ങനെ ഒരു എഴുതി വെച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എന്താ കിട്ടിയെന്നുള്ളത്. സോ ദാറ്റ് ഈസ് അബൌട്ട് എ കാൽക്കുലേഷൻ. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിലെ വാല്യൂസ് അപ്ലൈ ചെയ്യൽ മാത്രമാണ് ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അത് ശരിക്കും നോക്കുക. 4 ലൈൻ ഡിവൈഡഡ് ആ ഒരു പ്രോസസ്, ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കി ആ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം. ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ വി ഹാവ് ടു ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ആ ഒരു 4-5 വാല്യൂസ്, സിംഗിൾ ലൈൻ ആണെങ്കിൽ 1, 2 ലൈൻ ട്രാഫിക് ആണെങ്കിൽ വിത്തൗട്ട് പാർട്ടീഷൻ ആണെങ്കിൽ 50.5 അല്ലേ. പിന്നെ അങ്ങനെ ഓരോ വാല്യൂസ്, ആ പെർസെൻറ്റേജ്. പിന്നെ രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് ഈ ട്രാഫിക് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ളത്. ട്രാഫിക് തന്നത് നിങ്ങളെ ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലായിരിക്കും വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും അത് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് പകുതി എടുക്കണോ മുഴുവൻ എടുക്കണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഡിവൈഡഡ് carriageway എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു ഡയറക്ഷനിലെ വോളിയം മാത്രം കിട്ടിയാൽ മതി എന്നാണ്. ഡിവൈഡഡ് carriageway എന്ന് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ഷനിൽ എടുക്കേണ്ട വോളിയം മാത്രമാണ് നമ്മൾ ഇവിടെ ഈ എ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ട്രാഫിക് കൗണ്ടിന് ഉപയോഗിക്കുന്നത്. അവിടെയും ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന വാല്യൂ ബോത്ത് ഡയറക്ഷൻ, സം ഓഫ് ബോത്ത് ഡയറക്ഷൻ തന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ പകുതി എടുക്കുക. അല്ലെങ്കിൽ തന്ന വാല്യൂ ഈച്ച് ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ വാല്യൂ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഐ ആം ഗിവിംഗ് ദ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ ബേസിലാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. ഐ വിൽ അനൗൺസ് ദ സബ്മിഷൻ ഡേറ്റ്.
അപ്പോൾ ഇവിടെയും തന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. ദ 2 ലൈൻ സിംഗിൾ കാരേജ് വേ എന്നാണ് തന്നിരിക്കുന്നത്. 2 ലൈൻ സിംഗിൾ കാരേജ് വേ, അതിനർത്ഥം ഡിവിഷൻ ഇല്ല, ഡബിൾ കാരേജ് വേ അല്ല, 2 ലൈൻ ആണ്, സിംഗിൾ കാരേജ് വേ ആണ്. അപ്പം നമ്മൾ അവിടെ നമ്മളെ ഫാക്ടർ എന്തായിരിക്കും? ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡി. പാർട്ടീഷൻ ഒന്നുമില്ല, വെഹിക്കിൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം, സിക്സാഗ് മൂവ് ചെയ്യാം. അപ്പോൾ 50% അല്ലെങ്കിൽ 0.5. അതേ സമയത്ത് എത്ര കൗണ്ട് നമ്മൾ എടുക്കണം ട്രാഫിക്കിന്റെ? 2 ലൈൻ സിംഗിൾ കാരേജ് വേണമെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ടും കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് നേരത്തെ നമ്മൾ ടേംസ് എഴുതിയത്. അപ്പോൾ ഇവിടെ നമ്മളെ കാൽക്കുലേഷനിൽ ഈ 400 എന്ന് അതേപോലെ ഉപയോഗിക്കണം, അതിൽ മാറ്റമില്ല. ബാക്കി ട്രാഫിക് ഗ്രോത്ത് റേറ്റ് R ഈക്വൽ തന്നിട്ടുണ്ട്. ഡിസൈൻ ലൈഫ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് സ്മോൾ n. വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ F തന്നിട്ടുണ്ട്. ഇനി ചാർട്ട് ഉപയോഗിക്കേണ്ടത് 5% ചാർട്ട്. ക്ലിയർ അല്ലേ? ഇവിടെ n എന്നതിന്റെ വാല്യൂ ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. n ഇക്വേഷനിൽ വരുന്ന സ്മോൾ n ഈസ് ഗിവൺ ആസ് 15 years. Then capital A, ഇത് 400 as it is. Design in the completion of the construction work. അപ്പോൾ ഇത് A ആയിട്ട് മാറി. A അത് തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. D 2 ലൈൻ സിംഗിൾ കാരേജ് വേണം, അപ്പോൾ അത് 0.5 ആയി. ഇനി ക്യാപിറ്റൽ F, ഇറ്റ് ഈസ് ഗിവൺ as 2.5. ഇതാണ് ക്യാപിറ്റൽ F. അപ്പോൾ ആ ടേമും ആയി. ഇനി CBRന്റെ ചാർട്ട് നമുക്കറിയാം. ഡിസൈൻ ലൈഫ്, ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞു n, സ്മോൾ n. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിൽ ബി ഗെറ്റിംഗ് ദ ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N വിൽ ബി ഒബ്റ്റൈൻഡ്, വലിയൊരു വാല്യൂ ആയിരിക്കും, അതിനെ ഇൻറ്റു 10⁶ എന്നുള്ള ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് മില്യൺ എസ് സിംഗിൾ ആക്സൽ എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഈ MSA ചാർട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂസ് കിട്ടും. ചെയ്ത് നോക്കാം. Then in the next question, design the flexible pavement for etc. 4 lane divided carriageway. 4 lane divided carriageway എന്നാ പറഞ്ഞത്. നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിലെ എക്സാമ്പിൾ ചെയ്ത പോലെ 4 ലൈനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്യുവൽ കാരേജ് വേ ആണ്. അപ്പോൾ ബോത്ത് ഡയറക്ഷൻ, സം ഓഫ് ബോത്ത് ഡയറക്ഷനിലെ ട്രാഫിക് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡയറക്ഷനിലെ ട്രാഫിക് മാത്രം എടുത്താൽ മതി. അപ്പോൾ എത്ര വന്നു കാൽക്കുലേഷനിൽ? നമ്മളെ A എന്ന കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, ഇവിടെ എന്താ പറഞ്ഞത്? ഇനീഷ്യൽ ട്രാഫിക് ഇൻ ദ ഇയർ ഓഫ് കമൻസ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. ശരിക്കും നമുക്ക് A എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള കൗണ്ട് ആണ്. A ഇസ് ദ ട്രാഫിക് അറ്റ് ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് A ഡയറക്റ്റ് അല്ല തന്നത്. അതേ സമയത്ത് ആ ഇക്വേഷനിലെ P ഈക്വൽ ടു, നമ്മളൊരു ഇക്വേഷൻ P ഈക്വൽ ടു 1 + r⁻x എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതിലെ P ആണ് തന്നിരിക്കുന്നത്. എത്ര വരും? 5600 ഒരുമിച്ച് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. 4 ലൈൻ ഡിവൈഡഡ് കാരേജ് വേ ആണ്. അപ്പം അതിന്റെ പകുതിയാണ് ഒരു ഡയറക്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ P എന്ന് പറയുന്നത് 2800 ആയിരിക്കും. ഇനി R is given as 8%. അപ്പോൾ 0.08. X എന്ന് പറയുന്നത് എന്താ? കംപ്ലീഷൻ എത്ര കൊല്ലം കൊണ്ട് തീർക്കുക? 2.5 കൊല്ലം കൊണ്ടാണ്. സോ X ഈസ് ദാറ്റ് 2.5 കൊല്ലം. അപ്പോൾ ഇതിനെ നമുക്ക് A കിട്ടും. കിട്ടിയല്ലോ. ഇനി നമുക്ക് വേണ്ടെന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4 ലൈൻ ഡിവൈഡഡ് കാരേജ് വേ എങ്ങനെ ഉപയോഗിക്കുന്നത്? 4 ലൈൻ ഡിവൈഡഡ് കാരേജ് വേ. അപ്പോൾ ഒരു ഡയറക്ഷനിൽ എത്ര ലൈൻ വന്നു? ഒരു ഡയറക്ഷനിൽ 2 ലൈൻ വന്നു. അപ്പോൾ 2 ലൈൻ ആണ് അവിടെ ഒരു സൈഡിലുള്ളത്. അങ്ങനത്തെ സ്ഥലത്ത് എത്ര ഉപയോഗിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം 0.75 ആണ്. അപ്പോൾ ഇവിടെ D ഈക്വൽ ടു 0.75 എന്ന വാല്യൂ വന്നു. ഇനി അടുത്ത വേണ്ട കോൺസ്റ്റന്റ് F ആണ്. F വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ ഇസ് ഗിവൺ ആസ് 4.5. ഇനി വേണ്ടത് സ്മോൾ n ആണ്. നിങ്ങൾ വേണേൽ 15 കൊല്ലം എടുത്തോ. സ്മോൾ n ഇസ് ഈക്വൽ ടു 15 years. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ N വിൽ ബി ഒബ്റ്റൈൻഡ് ഇൻ MSA. ഇനി അതിന് റെഫർ ചെയ്യേണ്ട ചാർട്ട് എന്ന് പറയുന്നത് CBRന്റെ 5% ചാർട്ട്. അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ ഡിഫറെന്റ് distribution, different layer thickness.
ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ക്യാപിറ്റൽ F is given here, the D is given here, and the CBR value is given here, small n is given here, then R is given here. പിന്നെ എന്താ വേണ്ടത്? നമ്പർ ഓഫ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഇൻ ദിയർ കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് ഡയറക്റ്റ് A തന്നിട്ടുണ്ട്. ദെൻ 4 ലൈൻ ഡ്യുവൽ കാരേജ് വേ ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 4 ലൈൻ ഡ്യുവൽ കാരേജ് വേ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രാഫിക് വോളിയം 2400 അതേപോലെ എടുക്കാൻ പാടുണ്ടോ? ഇല്ല, ഇതിൻ്റെ പകുതിയായിട്ട് മാറും. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇനി CBR ചാർട്ട് തരുന്നതിന് പകരം അവർ CBRന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഡയറക്റ്റ്. ഡിഫറെൻറ്റ് ലെയറിൻ്റെ തിക്നെസ്സിനനുസരിച്ച് വാല്യൂ. നിങ്ങൾക്ക് ചാർട്ടിന് പകരം ഈ വാല്യൂ നോക്കിയാൽ മതി. ദിസ് അനദർ ക്വസ്റ്റൻ അഗൈൻ, ദിറ്റ് ഇസ് പ്രീവിയസ് വൺ. CBR ഡിസൈൻ ചാർട്ട് ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ക്യാപിറ്റൽ N അല്ല, CBR ചാർട്ടിലെ വെച്ചിട്ടാണ് കണ്ടത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ബൈ. ഈ സെക്ഷൻ ഡിസൈൻ സെക്ഷൻ കഴിഞ്ഞു.